കാലിനുള്ളിൽ ഇപ്പം എന്താ സ്വർണത്തിൻ്റെ കമ്പിയായിട്ട് ഭയങ്കര പൈസ തന്നെയല്ലേ? ആന്ന് ജോസ് മാഷക്ക് പൈസ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാളെ. എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തുംപിടിയും കിട്ടണില്ല. അവൾ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളിൽ പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോൾ ശരിയായിരിക്കുമോ ഇതൊക്കെ? എടാ, ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു കണിയാണ്ട്. മൂപ്പരുടെ അടുത്തൊന്ന് പോയി നോക്കിയാലോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ ഗീതി അറിയണ്ട. ഗീതി അറിഞ്ഞാൽ ഈയും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. എന്ത് ചൂടാ, എത്ര പച്ചളം അതിനകത്ത്. ഇത് പൊള്ളിക്കഞ്ഞ് അല്ല ഇങ്ങനെ പൊളിപ്പിച്ചപ്പോ കൊല്ലാൻ കൊണ്ടുപോകും. അയ്യോ പതുക്കെ പതുക്കെ പതുക്കെ. അങ്ങനെയല്ലേ? എന്നാ ഈ ഒന്ന് പോയി നോക്ക്. എൻ്റെ ഓള് പറഞ്ഞല്ലേ. ഓളങ്ങനെ പലതും പറയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന്? നോക്കി നിൽക്കാണ്ട് എടുക്കടാ. ഓം നമശിവായ. ഞാൻ ജ്യോത്സ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ. ശബരി പീഠം എന്ന എൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം. ഇപ്പം തന്നെ വിളിക്കൂ. എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ. അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം. 98470555 പിന്നെ 35 കൂടി. അങ്ങനെ മൊത്തത്തിൽ 55. രാഹുകേതു, രാശിമാറ്റം, ജോലി മാറ്റം, സ്ഥലം മാറ്റം, വസ്തുതർക്കം, ദാമ്പത്യ കലഹം, ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക. കോൾ വിളിച്ചോളൂ. ആദ്യത്തെ കോൾ വന്നല്ലോ. എന്താ സഹോദര? പറഞ്ഞോളൂ, എന്താ വിഷയം? ഇത് തന്നെയല്ലേ സ്ഥലം? ഇതാണ് സ്ഥലം. ഇത് വേണോ? എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് കയറി നോക്കാം. ആദ്യം നീ പോയി നോക്ക്. ഞാനാ ചെല്ല്. വലിയ സഖാക്കന്മാരാന്ന് പറഞ്ഞ് നടക്കും. ഒരെണ്ണത്തിനും ധൈര്യമില്ല. നിങ്ങൾക്ക് പൈസ തരാനുള്ള ആളുടെ പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക. അപ്പൊ പൈസ കിട്ടും. ഓ, എന്താ? ആരാ? നോക്കിക്കാനാണോ? കുറച്ചേരം വെയിറ്റ് ചെയ്യ്. ഞങ്ങളുടെ പ്രോഗ്രാമിലാ. പറ വേണു. മുരളി, എനിക്ക് മുരളി പറ. എന്നാ പിന്നെ പറഞ്ഞ പോലെ ചെയ്. ഇതെല്ലാം മാറ്റിക്കോ. കഴിഞ്ഞു. ഇത് എന്റെ സെൽഫി സ്റ്റിക്ക് സൂക്ഷിക്കണം കേട്ടോ. ആരാ? എന്താ? ഞങ്ങള് വെറുതെ ഒന്ന് പണിക്കരെ കാണാൻ വേണ്ടി വന്നതാ. നോക്കാൻ ഇങ്ങനെയാണോ വരുന്നേ? മോമോടിയൊക്കെ ഇട്ട് അഴിച്ചു മാറ്റിട്ട് ഇരുന്നോളുക. സജി, ഇതിലാരെയാ നോക്കേണ്ടത്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവനാ. എന്താ പേര്? ദിനേശൻ. നാളോ? നക്ഷത്രമേ? പൂരാടം. കരിമ്പൂരാടം ആയിരിക്കും. നോക്കിട്ട് പറയാം. കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അതൊക്കെ എണ്ണലി. നേരത്തെ എണ്ണയിച്ചൂടെ? കുഞ്ചന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരീ സാമീപ്യം കാണുന്നുണ്ടല്ലോ. കുഞ്ചനല്ല, എൻ്റെ പേര് ദിനേശ് എന്ന്. ഇയാളാരാ? മൈൻഡ് ചെയ്യണ്ട പണിക്കരെ, യു കണ്ടിന്യൂ. പ്രണയത്തിലാണല്ലേ? മനസ്സിലായി. മംഗല്യോ അടുത്ത് തന്നെ ഉണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് ഉറപ്പാ.
ശുക്രന്റെ സ്ഥാനത്ത് ശരി നിൽക്കുകയല്ലേ ഇവിടെ. തറവാട്ടിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. പോരാത്തതിന് ധനനഷ്ടം. ദിനേശൻ അത് പ്രശ്നമാണല്ലോ. പ്രശ്നോ? ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ 13 ആളുകളുണ്ട്. ഇങ്ങനെ ചുമ്മാ കൂട്ടായി പാട്ടോ. അവിടെ ഇവനടക്കം ആകെ 4 പേരല്ലേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ദിനേശ, ഗണിച്ചതനുസരിച്ച് തൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ. താനും തൻ്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരതാത്മാക്കളുമായി തൻ്റെ തറവാട്ടിൽ 13 ആളുകളുണ്ട്. അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാണ്ട് തൻ്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അല്ല, അതിനിപ്പോ എന്താ ചെയ്യാ? ആവാഹിക്കണം. എന്ന് പറഞ്ഞ ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം. വായിക്കാനിപ്പോ ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തരാം. അയാളെ പോയി കാണണം. ലിസ്റ്റൊക്കെ അയാൾ തരും. വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. ആവാഹനം ഇവിടെ വെച്ച് നടത്താൻ പറ്റുമോ? ഇവിടെ ആരെ എൻ്റെ അമ്മായിപ്പനാണ് ആവാഹിക്കേണ്ടത്? ഓ, ഭാഗ്യം കേട്ടില്ല. എടോ, പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം. എന്നാലേ പരിസ്ഥിതി ഉണ്ടാവും. ശരി, മനസ്സിലായോ? താൻ ഈ കർമ്മയെ പോയി കാണേ. ആള് ബഹുമെടുക്കണ. ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ആണോ? വിശ്വസിച്ചോളും, വിശ്വസിച്ചോളും. ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും. വിശ്വസിച്ചോളും. വിശ്വസിക്കല്ലേ? വിശ്വസിക്കും. എനിക്ക് ഉറപ്പാ. വിശ്വസിക്കും ദിനേശ. ഇവിടെ എളുപ്പം വരണുണ്ടോ? ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. മൂപ്പര് ഒരു ആവാഹനത്തിലാണ്. ശരി. വാഹനത്തിലോ? വാഹനത്തിലടോ, ആവാഹനത്തിൽ. പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തിരുമേനി വരട്ടെ. പിന്നെ മൂപ്പർ വരുമ്പോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞോട്ടോ. 13 ആൾക്കാരുടെ കാര്യമില്ല പറഞ്ഞ. കണ്ട, സത്യം നിമിത്തം 13 അല്ല 20 തരും. ഈ അടുപ്പം കല്ല് ഞാനിരില്ലു. ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കേണ്ടതല്ല. ഒന്നല്ലോ. പിടി. ബീഫ് കറി, മത്തിക്കറി, അയില മുളട്ട്. ഫ്രൈ ഇല്ല. എന്നാ വേണ്ട? എന്റെ സ്വാമി ഇതല്ല. വേറെ കറി 13 ആൾക്കാർ ആവാഹിക്കാൻ പറ്റില്ല. പണിക്കർ അയ്യോ, ആവോലിക്കറി ഇപ്പൊ ആവോലിയല്ല, പണിക്കർ വേണ്ടി വന്നതാണ്. ആവാഹനം നേരത്തെ പറയണ്ടോ? പണിക്കര് പറഞ്ഞു റെഡിയാക്കാം. അതിപ്പം എത്രയാവുന്ന് ഒന്ന് പറയാം. 13 ആത്മാക്കള്. കുറച്ച് കഠിനാണ്. ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരു 2, 10, 20 ഒന്ന് കൂട്ടിയോ കൂടാ. വെയിറ്റ്. ശരി, വെയിറ്റ് ചെയ്യാം. ഏണിമാമ മതിയാ. ആൾക്കാണ്ടോ? 10,000 പൂജ്യം പൂജ്യം വേണ്ടേ? വേണം. 1,30,000 രൂപ. പിന്നെ എൻ്റെ 2,000 രൂപ. സ്വാമി എന്ത് എന്താ കാര്യം? ഓനൊരു 1,000 രൂപ കൊടുക്കണം. കണക്കൂട്ടിയത് എങ്ങോട്ടാ? മൊത്തം 3,000. 1,33,000 രൂപ. അല്ല, 13 ആൾക്കാർ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാണല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? ഈശ്വരാ, സുഹൃതക്ഷയം. ആത്മാക്കൾക്ക് ഡിസ്കൗണ്ടാ? എന്തായി പറയുന്നത്? നമുക്ക് ഭാവനെല്ലാം കാക്ക നമ്മളെ വീട്ടിലേക്ക് വരും. 10 പൈസ കൊടുക്കണ്ട, ഫ്രീയാ. ഇതോ 13 ആത്മാക്കളെ ആവാഹിക്കണം. കുറച്ച് പണിയുണ്ട്. ഈ ആത്മാക്കളെ കാര്യത്തിൽ ഞാൻ അകടെ പിടിച്ചിട്ടാ കുറക്കണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ ആത്മാവിന്ന് ഒരു 500 രൂപ അങ്ങനെ കഴിച്ചേ. ആയിക്കോട്ടെ, ഒരു നല്ല കാര്യത്തിനല്ലേ. ഞാൻ പിന്നെ ഇടപെടാക്കി തരും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിന്റെ എത്ര എടുക്കാനുണ്ടോ? എവിടുന്ന്? അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾ വലിയ കൂട്ടുകാരല്ലേ. നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ അടിപൊളിയാക്ക സംഭവം. അടിപൊളിയാക്കേ. അല്ല, അയ്യോ, നമ്മളെ പൊറോട്ട അടി പിടിച്ചിട്ടുണ്ടാവോ? ദിവ്യനാണ്, ദിവ്യൻ. അപ്പൊ പറഞ്ഞൊക്കെ ഓക്കെ. കണ്ടിട്ട് പവറുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. ആണല്ലേ? എന്താണത്? ഹലോ. ഹലോ മാമ, ഞാനാ. ആരാ? ദിനേശനാ. ദിനേശാ, എന്തല്ലേ വിശേഷം? അതെ, ഒരു കാര്യം പറയാൻ വിളിച്ച. ജനാർദ്ദൻ മാമനാ. തിരക്കിലാണോ? അമേരിക്കയിലെ ഡോക്ടറാ. അമ്മ ഈ ഇടയ്ക്ക് കാണാൻ പോയിരുന്നു. അപ്പൊ അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഇവിടെ തറവാട്ടില് 13 ആത്മാക്കളുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ അച്ഛനാ. അപ്പോ അതിനൊരു പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാ പറയണത്. അത് നല്ല കാര്യം ദിനേശ.
ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ ചെയ്യ്. അതല്ല മാമ, ഈ 13 പേരെയും ഒരുമിച്ച് ആവാഹിക്കാനായിട്ട് 1.5 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. എൻ്റെ ഒന്നുമില്ല, മാമൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാമ മാമ അത് പിന്നെ ദിനേശ, തൽക്കാലം എൻ്റെ അച്ഛനെ കൊണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഭാവിയിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എന്നെ വിളിക്കാം. എന്നാ ശരി. അല്ല, ഒരു 10,000 ആ കുറച്ച് മതി. ആ ബാക്കി ക്യാഷ് ആയിട്ട് തരാൻ പറ്റുമോ? ഇല്ല. ആ ഞാൻ ഇവനെ പറഞ്ഞോടാ. ഹലോ, കേൾക്കണില്ല. റേഞ്ച് ഉണ്ടോ? ഹലോ. നടക്കും. കാനഡയിലൊക്കെ ഒന്ന് പണിയെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊക്കെ ഇവിടെ മല പറിക്കാതെ. രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കേ അറിയുള്ളൂ. നിങ്ങൾ അവിടുന്ന് മാറിയിട്ട് വേണം അതൊക്കെ ഒന്ന് പൊളിച്ചു വയ്ക്കാൻ. ഇനിയും കാത്തിരിക്കാൻ വയ്യട്ടോ. അവസാനം ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ഇറക്കി വിട്ടെന്ന് പറയിപ്പിക്കരുതേ. ഇതൊക്കെ മുക്കുകൊണ്ടായിപ്പോയി മോനെ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു തരുമായിരുന്നു. സാറിലടാ, എൻ്റെ വേറൊരു ഐഡിയ ഉണ്ട്. സുബ്രഹ്മണ്യം പുതിയടത്ത് സുബ്രഹ്മണ്യം 200 രൂപ. 200. രാമകൃഷ്ണൻ അതിനത് വീട് പണിക്ക്. ആരുടെ? ദിനേശൻ്റെ. ആ രാമകൃഷ്ണൻ ധന്യദിവസം 500. സന്ദീപ് നല്ല പടി കിടക്കണ്ട 3 പേര് കൂടെ. ഒരു പെട്ടിയും കൂടെ പൊട്ടിക്കാണ്ട്. ഇല്ല. എന്തായാലും അവിടെ ഉള്ളവരൊക്കെ നോക്കിക്കോട്ടോ. ഞാൻ അടുത്ത പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. അയക്കാന്ന്. സുഗുണാനന്ദന. ഓ, എഴുത്തുമായനെ അറിയില്ല, ഇവനെ കൊണ്ട് തോറ്റു. സുഗുണാനന്ദൻ ആവന്തിക 200 രൂപ. ചായ കുടിച്ചോളിട്ടാ. ആ ചായ വന്നോ? കടിക്കാനൊന്നുമില്ലേ? 500. ആ അച്ചപ്പണ്ട്. ഗീതാ സെബാസ്റ്റിന് 200. സെബാസ്റ്റ്യനോ? ചായ കുടിക്ക്. അതെന്താ? ഗിരി ഒരു 200 റുപ്യ മീൻകാരന് കൊടുക്കാനാ. ആ പോ. അതെ, വീട് പണിക്ക് വേണ്ടി കുറുക്കല്യാണം നടത്തിയോണ്ട് എന്റെ ഹൗസ് വാമിങ്ങിന് ഇനി 10 പൈസ കിട്ടുന്ന വിചാരിക്കണ്ട. തരാനുള്ളവരൊക്കെ തന്നിട്ടുണ്ട്. കുറെ പുതിയ ആൾക്കാരാ. എന്നെ എല്ലാരും പറ്റിക്കാണല്ലോ മോനെ. എന്താ കാര്യം? കാലിക്കവറ് ഉളുപ്പുണ്ടോ കേക്കെ? ഇനിയെങ്കിലും തീർത്തു കൊടുത്തൂടെ? തീർക്കണ്ടല്ലോ. കാശ് തീർക്കുന്ന കാര്യമല്ല, ഇവന്റെ വീട് പണി തീർക്കുന്ന കാര്യം പറഞ്ഞേ. പൈസ തരുമ്പോ വീട് പണിയും തീരും. ആ തീർന്നാ മതി. അടുത്ത എഴുതിക്കോ. ശിവദാസൻ തൈക്കണ്ടി 100 രൂപ. ചേച്ചേ, ആവാനത്തിലുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ പൊട്ട, നീ എന്തിനാ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? പിന്നെ അത് വീട്ടിൽ തട്ടമ്പുറത്ത് കൊണ്ട് വെക്കാല്ലേ ദിനേശേട്ടൻ പറഞ്ഞേ. ദിനേശ് ചേട്ടനോ? ഇപ്പോ നീ വന്നേ, വന്നടാ, വാ, നീ വന്നേ. നീ ഇത് കൊളാക്കോ? ആരും അറിയാണ്ട് ചെയ്താൽ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയ തരുമോ? ഉഷാറായിട്ടുണ്ട് കേട്ടാ. പക്ഷേ ഇതിനടിയിൽ CPK ചിന്നമംഗലം എഴുതണം. നല്ല കേരളോത്സവത്തിന് കൊടുക്കുമ്പോൾ അത് നമ്മൾ കൊടുത്തത് മനസ്സിലാവുള്ളൂ. കറക്റ്റ് അല്ലേ? ഞാനും അതിപ്പോ ആലോചിക്കായിരുന്നു. അതെപ്പോ എന്നാ പെട്ടെന്ന് എഴുത് കേട്ടാ. ശരി. ലാൽ സലാം. ലാൽ സലാം. നല്ല മുഖം അല്ലേ? ദിനേശ, തുടങ്ങിട്ടോ. പാട്ട് കുറച്ച് ഒച്ചത്തിൽ വെച്ചു. ഇല്ല, കട്ട് ചെയ്യുന്നില്ല. പന്തും വിളക്കും പോരെന്നായിട്ട് കത്തിക്കയാള്. എല്ലാം കത്തിക്കുന്ന തോന്നുന്നത്. കഴിഞ്ഞു തുടങ്ങാൻ പോകുന്നു. നെയ്യെടുക്കുക.
ആശാനെ നെയ്യില്ല, ഡാൽട്ട ഡാൽട്ട. പിന്നെ വേറെ പാടാ മരിച്ച ആത്മാക്കൾ വരുമ്പോ പൊറോട്ട എന്നിട്ടാ മരിച്ചെങ്കിലോ. അതെ ഞാനെന്നാ താഴത്തേക്ക് പോട്ടെ. അച്ഛമ്മക്ക് ഇനി സംശയമൊന്നും തോന്നണ്ട. അടിക്കാണ്ട് ചെയ്യാൻ പറ്റുമോ? 2 പെഗടിച്ചിട്ട് കൈവറിച്ച് കളയും. അതല്ലെന്ന് ഈ മണി അടിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊരു പാർട്ടിഗ്രാം ആയതുകൊണ്ടേ. അങ്ങനെ ചെയ്തോട്ടെ. മണി അടിച്ചിട്ടെങ്കില് അടിക്കാത്ത പൊറോട്ട പോലെ ആവും. കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ 10-13 ആള് ഈ മണിയടിന്റെ ശബ്ദം കടിച്ച് വെറുത്തിട്ട് പോണം ഇതിലെ കയറി പോകാൻ വേണ്ടിട്ട്. വലിയ പണിയാണ്. നടക്കൂല കേട്ടോ, ഇവിടെ വന്നടി നടന്നോണ്ടിരിക്കുക. ഞാൻ വോളിയം കൂട്ടി വെക്കാം. അല്ലെങ്കിൽ പണിയാവും. ആ പറഞ്ഞാ മതി, ഞാൻ ഇവിടെ സജിലൂടെ ഉണ്ട്. ടെൻഷൻ. അയ്യോ എന്താ പരിപാടി? ഞാനാ ഈ ലാഗിസമാഷ. ആ അത് ഇങ്ങടെയാടാ മാതൃസംഘം. ഇയാള് മാഷ് ക്ലാസ്സിന് വരണ ആളെ പിടിച്ചിരുത്തണം. എന്റെ കാലിന്റെ ഇടയിലാ പടക്കം പൊട്ടിക്കല്. എന്താ ദിനേശ ആകെ പുകമയം? ചെറിയമ്മ കൊതിന് വേണ്ടി. ഞാൻ വിചാരിച്ചു വീടിന് തീ പിടിച്ചു. അച്ഛമ്മക്ക് എങ്ങനെയുണ്ട്? അച്ഛമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് കേറി കണ്ടേക്കാം. കുറെ ദിവസം അച്ഛമ്മേനെ കുളിപ്പിക്കാൻ കേട്ടിരിക്കാം. അതെ അതെ ഇപ്പൊ ആണോ? എന്നാ കുളി കുളിയായിട്ടല്ലേ? അല്ല കുളിപ്പിക്കാൻ കുറച്ച് സമയം എടുക്കും. അതെ പിന്നെ വരാൻ പുക കണ്ടു കൊടുത്തൊരുങ്ങി ഇറങ്ങിയായിരിക്കും അല്ലേ? ഉമ്മക്കൊലസുവിന്റെ വീട്ടിലെ സ്റ്റഡി ക്ലാസ്സിന് പോയതാ. എന്താടി നട്ടുമ്പുറത്ത് ഓരോ ഒച്ച വെക്കുന്നത്? കുട്ടികൾ എന്തെങ്കിലും അടുക്കി പെറുക്കി വെക്കുന്നതായിരിക്കും. ഓരോ അടുക്കി പെറുക്കല്. എനിക്ക് വയ്യാണ്ടായി പോയി. ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അടിച്ചു ഓടിച്ചേനെ. ആദ്യം എണീറ്റ് നടക്കാൻ നോക്ക്, എന്നിട്ടല്ലേ തട്ടുംപുറം. അമ്മേ ലേശം കഞ്ഞി കുടിച്ചോളി. ചമ്മന്തിയും മുള്ള വറുത്തവും ഉണ്ട്. ഇന്നെന്താടി നേരത്തെ കഞ്ഞിയും ചമ്മന്തിയും? ആ നേരത്തെ കഞ്ഞി കുടിച്ചിട്ട് നേരത്തെ കിടന്നോട്ടെ ചേച്ചിട്ടാ. ഞാൻ കിടക്കന്നല്ലേ, ഈ എന്നെ കിടത്തണോ? ഇങ്ങനെ നൊടിയാണ്ട് കഞ്ഞിയാ കുടിച്ചോ. 24 നേരം കഞ്ഞിയുണ്ട്. കഞ്ഞി ചോറൊന്നും വെക്കല്ല നിങ്ങള്. കുടിച്ചാട്ടെ. കേളപ്പാടിന്റെ കുറെ സാധനങ്ങളുണ്ട് അവിടെ. എല്ലാ ഐറ്റങ്ങളും നാശാക്കും. കുടിച്ചോളി അമ്മേ. വേണമെന്ന് അറിഞ്ഞില്ലേ? ഗൃഹനാഥ ആ പീഠത്തിൽ അങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് കണ്ണടക്കുക. നിങ്ങളും കണ്ണടക്കുക, എന്നിട്ട് കൈകൂപ്പുക. കണ്ണടയ്ക്ക കൈകൂപ്പൂല. കൈകൂപ്പുക. കൈകൂപ്പ് കൂടോ ഏകം. കരുത് ഇടത് ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇടതേത് വലതേന്നറിയാത്ത ദ്വയം. ത്രയം. ത്രയം? Yes, 3 pen. പറഞ്ഞല്ലോ തീർത്ഥം ചരാപ്പിലൂടാ. ആശാനെ ഞാനല്ല കിട്ടിയാന്ന്. എല്ലാവരും കണ്ണ് തുറക്കുക. കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോ? പിടിച്ചിട്ട് കിട്ടിട്ട് കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോന്ന് മര്യാദക്ക് എവിടെയും കെട്ടിടി. ഹലോ 10. നേരത്തെ നീ എന്നോട് 11 അല്ലേ പറഞ്ഞത്? അത് ഒന്നിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല പോലും. ഭയങ്കര പാടാണ്. കിട്ടണല്ലേ? കിട്ടുന്നില്ല. ഗിരിയേട്ടൻ വന്ന് തോന്നണേ. ഒരു സെക്കൻഡ് അവരോട് മണിയടി നിർത്താൻ പറയും കേട്ടാ. മണിയടി നിർത്താൻ പറയും. ഗിരിയേട്ടൻ വരുന്നുണ്ട്. ഗിരിയേട്ടൻ വരുന്നുണ്ട്. ഗിരി വരുന്നുണ്ട്. അതാര് ഗിരി? ആള് കൂടിയാ പൈസ കൂടിയ എല്ലാത്തിനും നഷ്ടക്കച്ചവട. സ്വാമി ഇത് അടിക്കുന്നത് നിർത്ത്. മാഷോ
ആ ഗിരിയെ ഈടെന്താ ഒരു പോകാൻ പാട്ടല്ല? അത് ഇളയമ്മ കൊതുവിന് പോച്ചാ. ആണാ? ആ. തൽക്കാലം ഞാൻ പാട്ട് ഓഫ് ചെയ്യേ. കോഫി ഉണ്ടല്ലോ. പോയി ഓഫ് ചെയ്യടാ. ചാടണം. ഒരു പാട്ടും പോകെ. എടോ താനോട് ആശാന്റെ മണി കയറി പിടിച്ചേ. ഞാൻ കാണിച്ചു തരാം. അത് ഐഡിയ ആശാന്റെ മണി കൈ വിടറാ. അടി മുട്ടാത്ത മണിയാ, അത് നടക്കൂല പോലെ. സ്വാമി അടുത്ത കണ്ണടയ്ക്കാറായോ? ആഹാ, ആദ്യം മണിയുടെ കാര്യത്തിൽ തീരുമാനിച്ചു മതി. ഇവിടുത്തെ മന്തും കുന്തും കൂന്ത്രാണല്ലോ. എടുക്കടാ. അറിയാതെ പറ്റിപ്പോയതാ. ബാക്കിയുള്ള ആത്മാക്കളെ എങ്ങനെങ്കിലും ഒന്ന് വായിച്ചു തരണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രത്തിന് ശക്തി വരും. സാധനം തീർന്നു അടിക്കട്ടെ. സ്വാമി നിങ്ങളോട് ക്ഷമിച്ചിരിക്കണു. ആ പീഠത്ത് പോയിരിക്കുക. രണ്ടാളും അങ്ങനെ ഇരിക്കുക. കണ്ണടക്കുക. കണ്ണടച്ച് പ്രാർത്ഥിക്കുക എല്ലാരും. എന്താ പ്രാർത്ഥിക്കുക? ആ നോക്കി. അല്ല, അച്ഛമ്മ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വയനാട്ടിൽ ട്രിപ്പ് പോകണോ? അവിടെ എന്ത് കാണാനാണ്? അയ്യോ, അച്ഛമ്മയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ പോകണം. മറ്റേ കാട്ടിക്കുളത്തെ വൈദ്യനല്ലേ, വൈദ്യന്റെ തൈലം പൊരട്ടിയ ഏത് പൊട്ടിയാലും സെറ്റ് ആവും അത്ര. അതെയോ? എന്നാ നല്ലതാ. അല്ലെങ്കിൽ ഞാനും കൂടി വന്നാലോ? എന്നാ ഞാനും കൂടി വരാം. വയനാട്ടിലേക്കല്ലേ, നല്ല കുളിരായിരിക്കും. നീ എങ്ങനെ വരാ? നിനക്ക് സ്കെച്ചുള്ളല്ലേ ഗിരി? എടാ, ഈടുന്ന് സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈടുന്ന് തന്നെയല്ലേ തീർക്കൂ. അതല്ലേ അതിൻ്റെ ഒരു രീതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ ചിലപ്പോൾ വക്കീലിന്റെ കോള് വരും കേസിന്റെ കാര്യത്തിന്. മൂപ്പരുടെ വിളിയെല്ലാം പെട്ടെന്നാ. എന്നാ പിന്നെ ഞാനൊന്നേ കുളിച്ചിട്ട് വരാം. പോട്ടെ. അല്ല, അപ്പൊ മാഷ് പോകുന്നില്ലേ? ഞാൻ പോണില്ല, നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് നാളെ പാർട്ടി ഉണ്ട്. എന്നാ പിന്നെ ഞങ്ങള് നിൽക്കുന്നില്ല. ആവാഹനം കഴിഞ്ഞിരിക്കണു. എല്ലാവരും കണ്ണ് തുറക്കുക. 13 എണ്ണവും കേറിയിട്ടുണ്ട്. 13 ആശാനെ, 17 കയറിയിട്ടുണ്ട്. അതെങ്ങനെ? സൈഡിലേക്കൂടെ ഞാനൊരു 4 നൈസായിട്ട് വേറെയും കയറ്റിയിട്ടുണ്ട്. അപ്പൊ നിന്റെ 500 കട്ട് എല്ലാരും എടുത്ത് പാക്ക് ചെയ്ത് വേഗം കുട്ടി ചെന്ന് ഗൃഹനാഥനെ ഇങ്ങോട്ട് വിളിക്കുക. എന്നിട്ട് നമ്മുടെ കാൽപാദങ്ങൾ തൊട്ട് അനുഗ്രഹങ്ങൾ വാങ്ങി ഇതാ അങ്ങോട്ട് ഏറ്റുവാങ്ങുക. ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക. ഒഴുക്കാൻ മറന്നാലും നമ്മൾ ദക്ഷിണ മറക്കല്ലേ. എന്റെ മടി നിന്നെ ഇവിടെ വിളിക്കുന്നു, നീ വേഗം വാ. പ്രേതങ്ങളെല്ലാം കുത്തിക്കെറ്റി. വേഗം വാ. കേട്ടാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിലും സംഭവം ഇരുള്ളിട്ട് നിങ്ങൾ പോയി ഒഴുക്കുക. തിരിച്ച് വീട്ടിലേക്ക് വരിക. നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല.